നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഷൈജു കുര്യനെ സഭ എല്ലാ ചുമതലകളിൽ നിന്നും നീക്കി. ഡിസംബർ 31 പുതുവത്സരാഘോഷവും ക്രിസ്തുമസ് ആഘോഷവുമൊക്കെയായി ബന്ധപ്പെട്ട ചടങ്ങിൽ അദ്ദേഹവും 40 കുടുംബാംഗങ്ങളും BJPയിൽ ചേർന്ന വാർത്ത നിങ്ങൾ കണ്ടു കാണും. അദ്ദേഹത്തെയാണ് ഇപ്പോൾ സഭ എല്ലാ ചുമതലകളിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള എല്ലാ പരാതികളും 2 മാസത്തിനകം അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശിച്ചതായി വാർത്തയിലുണ്ട്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഓർത്തഡോക്സ് സഭയിലെ നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഫാദർ ഷൈജു കുര്യൻ. അദ്ദേഹമാണ് ഡിസംബർ 31 ക്രിസ്തുമസ് പുതുവത്സരാഘോഷ ചടങ്ങിൽ വെച്ച് നമ്മുടെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മുരളീധരൻ സാറിൽ നിന്ന് മെമ്പർഷിപ്പൊക്കെ സ്വീകരിച്ച് BJPയിൽ അംഗത്വമെടുത്തത്. അദ്ദേഹവും 120 കുടുംബങ്ങളും അംഗത്വമെടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചെങ്കിലും 40ഓളം പേരാണ് എത്തിയത് എന്ന പേരിൽ ചാനലുകളിലും മറ്റുമൊക്കെ ചർച്ചയുണ്ടായിരുന്നു. ഒരു സഭയുടെ ചുമതലയിലിരിക്കുന്ന ആൾ പ്രത്യക്ഷമായി രാഷ്ട്രീയ പ്രവേശനം നടത്തുന്ന വിഷയത്തിൽ അന്നു മുതലേ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ആ നടപടിയെ വിമർശിക്കുന്ന വിശ്വാസികൾ പറഞ്ഞത് ഫാദർ ഷൈജു കുര്യനെതിരെ ധാരാളം സാമ്പത്തിക ആരോപണങ്ങൾ അടക്കമുള്ളവ നിലവിലുണ്ടെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് ഇത്തരമൊരു നാടകം നടത്തിയതെന്നും അവർ പറഞ്ഞു. എന്നാൽ ഷൈജു കുര്യൻ പറഞ്ഞത് ദേശീയതയിൽ അടിയുറച്ചു നിൽക്കുന്ന രാജ്യത്തിൻ്റെ വികസന നായകൻ നരേന്ദ്രമോദിജിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് താൻ ചേരുന്നതെന്നൊക്കെയാണ് അന്ന് പ്രഖ്യാപിച്ചത്. അതിനെ തുടർന്ന് പിന്നീട് വിശ്വാസികളായ ആളുകൾ പലരും പള്ളിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തുകയും മുദ്രാവാക്യം മുഴക്കുകയും സംഘടിതമായി ഈ നടപടിയെ എതിർക്കുകയും ചെയ്തു. അതിനെ തുടർന്നുകൂടിയാകണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് വഹിക്കുന്ന എല്ലാ ചുമതലകളിൽ നിന്നും, അതായത് സാങ്കേതികമായി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയതായി അവിടെ നിന്ന് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് അതിനെ സംബന്ധിച്ച് അറിയിപ്പുണ്ടായത്. അതുകൊണ്ട് തീർന്നില്ല. അദ്ദേഹത്തിൻ്റെ മേൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ആരോപണങ്ങളും 2 മാസത്തിനകം അന്വേഷിക്കാനായി ഒരു അന്വേഷണ കമ്മീഷനെയും നിയമിച്ചു. സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെയുള്ളവ അന്വേഷിച്ച് കണ്ടെത്താനാണ് ഈ നടപടിയെന്നാണ് പറഞ്ഞത്. അത് സഭയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഇത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ടതിനു വേണ്ടിയാണ് നടപടിയെടുത്തത് എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല ആ ചടങ്ങിൽ ക്ലിമിസ് ബാവയൊക്കെ പങ്കെടുത്തിരുന്നു എന്ന് വാർത്തകളിൽ കാണാനിടയായിരുന്നു. അതിൻ്റെ പരമാധ്യക്ഷനൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങിൽ എല്ലാ അനുവാദവും വാങ്ങിച്ചാണ് താൻ ചേർന്നത് എന്ന് പറയുമ്പോൾ ഇനി വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടായ എതിർപ്പിനെ തുടർന്നാണോ ഈ നടപടിയെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ തനിക്കെതിരെ അന്വേഷണ കമ്മീഷനെ വെച്ച വിവരം താൻ അറിഞ്ഞപ്പോൾ പിന്നീട് ഇത്തരമൊരു പവിത്രമായ ചുമതലയിൽ ഇത്രയും നല്ല മനസ്സുമായി താൻ തുടരുന്നത് ഒരു നല്ലതല്ല എന്ന് തോന്നിയതുകൊണ്ട് സഭയുടെ ചട്ടക്കൂടുകൾക്കും വിശ്വാസത്തിനും വളരെ ഉന്നതമായ മാർഗം സ്വീകരിച്ചുകൊണ്ടാണ് താൻ സ്വയം വിരമിക്കലിനുള്ള തീരുമാനമെടുത്തത് എന്നാണ് പറയുന്നത്. തന്നെ ആരും പുറത്താക്കിയതല്ല, അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു എന്നാണ് വാദം. ഏതായാലും അതിനെ സംബന്ധിച്ച് വിശ്വാസികളുടെ ഇടയിൽ നിന്ന് കടുത്ത എതിർപ്പുണ്ടായി എന്നത് വാർത്തകളിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഈ മുദ്രാവാക്യം വിളിയിലൂടെയും സംഘടിതമായി എത്തുന്നതിലൂടെയുമൊക്കെ കണ്ടതാണ്. അന്ന് പ്രതിഷേധിച്ചവർ പറഞ്ഞിരുന്നത് വലിയ കുഴപ്പമാണെന്നും കുഴപ്പക്കാരനാണെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് എന്നുമാണ് അവരുടെ വാദം. അത് ഇപ്പോൾ ഈ പുറത്താക്കലിലൂടെ വീണ്ടും വാർത്തയായി പല മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെടുകയുണ്ടായി.